വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓണാശംസകൾ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുഞ്ഞു പറ, എല്ലാവർക്കും ഓണാശംസകൾ എന്ന് പറ. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം നമ്മുടെ എന്നുവെച്ചാൽ ഇവരുടെ പാരന്റ് നീ എന്തെന്ന് പറഞ്ഞോളൂ, എന്തെന്ന് പറഞ്ഞോളൂ. നിന്റെ എന്നുവെച്ചാ ഇവരെ സ്വന്തം അനിയനില്ലെങ്കിലും എൻ്റെ കുഞ്ഞമ്മയുടെ അനിയൻ. അപ്പം മലപ്പുറത്തായിരുന്നു. എന്നോട് വന്നത് 2-ാം തീയതി 3-ാം തീയതി ഒന്നാണ്. 2-ാം തീയതി നൈറ്റിന് വന്നത്. അങ്ങനെ ഞങ്ങള് പിന്നെ ഒരു ഇന്നലെ ഞങ്ങൾ ട്യൂഷനിൽ ഓണപ്പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏത് മൂഡ് എടുത്തിട്ടുണ്ട് അതിന് എഡിറ്റ് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. എപ്പോൾ കിട്ടും? 2 ദിവസമൊക്കെ ആവുമായിരിക്കും. അപ്പം ഇയാൾ വന്നിട്ടുണ്ടെന്ന് കടിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്. ശരിക്കും നോക്ക്, ഞങ്ങൾ എന്നിട്ട് അത്തപ്പൂ കാണിക്കാം. നിങ്ങൾക്ക് അത്തപ്പൂ കാണുന്നതിൻ്റെ നോക്ക് കണ്ട ഗൈസ്. എൻ്റെ വീട്ടിലെ ഞാൻ ഇനി കാണിക്കാവേ ഗൈസ്. എൻ്റെ വീട്ടിലെ അത്തപ്പൂ കണ്ട ഹാപ്പി ഓണം എന്ന് എഴുതിയിട്ട് നമ്മൾ ഇങ്ങനൊരു ടീമാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഈ ഭാഗം ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഇച്ചിരി കുളമാക്കിയായിരുന്നു. അവൻ പറഞ്ഞ കേട്ടോ ഗൈസ്, ഇവിടെ ചെറിയതാന്ന് അപ്പുറത്ത് വലുതാന്ന്. ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല ഗൈസ്. താണ്ടെ ആകെപ്പാടെ ബാക്കി ഉള്ള സ്ഥലം ഇതാണ്. അവിടെ ഞങ്ങളൊക്കെ ഇടും. ഞങ്ങൾ സ്വന്തം ഇല്ല നന്ദു എന്ന് പറയുന്ന ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ കൂടെ വരും. അത്തപ്പൂ കാണിക്കാം. അവരെ നല്ല അത്തപ്പൂ. എന്റെ മാത്രമേ ചെറുത്, ശൈലി ചെറുതാ. അത്തപ്പൂ ഇവരത്തെ അത്തപ്പൂ ഇതാണ്. തിരിച്ചു കാണിക്കാം. ഇതാണ് ഗൈസ്. കൊള്ളാമോ? ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങള് എവിടെ വന്നാൽ ട്യൂഷൻ വീട്ടിൽ, എൻ്റെ ട്യൂഷൻ വീട്ടിൽ ഇവിടെ ഓണപ്പരിപാടിക്ക് എല്ലാം ഫസ്റ്റ് വാങ്ങിയത് ഇവളാണ്. പക്ഷെ എൻ്റെ ട്യൂഷൻ വീടായിരുന്നു. ഓണപ്പരിപാടിക്ക് എല്ലാം ഫസ്റ്റ് വാങ്ങിയവളല്ലേ. പക്ഷെ എന്താ ഇവള് വെളിയിൽ നിന്ന് വന്നേ. പക്ഷെ ഇവളെല്ലാത്തിനും ഫസ്റ്റ് അടിച്ചോണ്ട് പോയി. ഇവള് വെളിയിൽ നിന്ന് വന്നില്ലേ, എന്നിട്ട് എല്ലാത്തിനും ഫസ്റ്റ് അടിച്ചോണ്ട് പോയി. കസേരകളിക്ക് എപ്പോഴാ പോയത് ഫസ്റ്റ് കണ്ട. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വരെ വെച്ച് അതിന് ഫസ്റ്റ് എന്നെ ഫസ്റ്റ് ഔട്ടാക്കി കളഞ്ഞേ. അല്ല പിന്നെ എനിക്കൊരു ബഹുമാനം ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ എല്ലാ കളികളും